ഗ്രീഷ്മയുണ്ടെങ്കിൽ ലേറ്റസ്റ്റായിട്ട് ഒരു വീഡിയോ തൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കെതിരെയായിരുന്നു ഗ്രീഷ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രീഷ്മ പറഞ്ഞൊരു കാര്യം, ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളൊന്നും നോക്കാതെ അവർ പേഴ്സണലായിട്ടുള്ള ടോപ്പിക്കൊക്കെ എടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ പെട്ടെന്ന് ഇവർക്ക് പൈസ നേടാൻ പറ്റുമെന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെയാണ് ഇവർ സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഗ്രീഷ്മ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഗ്രീഷ്മ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേരൻസ് ഉണ്ടെങ്കിൽ ഇത് കണക്കുന്ന ഭർത്താവിൻ്റെ കുടുംബത്തിനെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് വേറൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലിയെയും വിളിച്ചു, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഫാമിലിയൊക്കെ ബർത്ത്ഡേക്ക് കൊച്ചിൻ്റെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമ്പാരിസണും കാര്യങ്ങളൊക്കെ നടത്തുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അത് അവരെ കുട്ടിയുടെ കാര്യമല്ലേ, അവരാരെ വിളിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരല്ലേ, അതിലേക്കൊക്കെ എന്തിനാണ് ഇവർ കടന്നു കയറി സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ മെയിനായിട്ട് സംസാരിച്ചത് ദിയാകൃഷ്ണയെക്കുറിച്ചാണ്. ആ ഒരു ദിയാകൃഷ്ണ ഉണ്ടെങ്കിൽ ഹസ്ബൻഡായിട്ടുള്ള അശ്വിൻ്റെ കുടുംബത്തിനെയൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു. എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത്, ഇത് ഞങ്ങളുടെ ഫാമിലി, അതായത് അച്ഛനും അമ്മയൊക്കെ കണ്ടക്ട് ചെയ്തതാണെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് ഓപ്പോസിറ്റ് തനി മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറുണ്ട്. അവരാണെങ്കിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ കണ്ടക്ട് ചെയ്ത സമയത്തുണ്ടെങ്കിൽ ഈ ഒരു ഭർത്താവിൻ്റെ കുടുംബവും സ്വന്തം കുടുംബം എല്ലാവരും കൂടെ വന്നിട്ട് ഭയങ്കര ആഘോഷമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രീഷ്മ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ദിയാകൃഷ്ണയാണ്. ദിയാകൃഷ്ണൻ അവരെ കുട്ടിയുടെ കാര്യമില്ലേ അവർ തീരുമാനിക്കും എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു ഈ ഒരു ഗ്രീഷ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.